നമ്മൾ ഈ മരണവും വിലാപയാത്രയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ജനത്തെ കണ്ടത്, ഞാൻ കണ്ടിട്ടുള്ളത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് സമാനമായ രീതിയിൽ റോഡിന്റെ രണ്ടടിക്ക് ഇതേപോലെ ആൾക്കാർ കാത്തു നിന്ന് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെയാണ് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി ഇപ്പോ ആൾക്കാർ കൂട്ടത്തോടെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. അവര് VS കണ്ടിട്ട് പോത്തുള്ളൂ എന്ന് തീരുമാനം എടുത്തിട്ട് വരുന്ന മനുഷ്യരാണ്. VS കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഇവർക്കൊക്കെ ഉണ്ടാകും എന്നുള്ളതിനകത്തും സംശയമില്ല. കാരണം VS ഇടപെട്ട വിഷയങ്ങൾ അതെല്ലാം ജനകീയ വിഷയങ്ങളാണ്. VS എന്തെങ്കിലും വിഷയത്തിൽ തൊട്ടാൽ അത് ജനകീയ വിഷയമാണ് എന്നുള്ളത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KR ഷാജി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. VS മതികെട്ടാനിൽ എന്ന് ഒരു ഹെഡർ കൊടുക്കുന്ന ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചാനലിൽ അങ്ങനെ VS മതികെട്ടാനിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ VS എന്തിനാണ് മതികെട്ടാനിൽ പോകുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് VS വരുന്നത്. VS മുല്ലപ്പെരിയാറിൽ എന്നാണ് നേരത്തെ KR ഷാജി പറഞ്ഞത്. VS മുല്ലപ്പെരിയാറിൽ പോയാൽ മുല്ലപ്പെരിയാറിൽ എന്തോ അനീതി നടക്കുന്നു എന്നുള്ള തോന്നൽ ആൾക്കാർക്കിടയിൽ ഉണ്ടാകും. അത് അങ്ങനെ ഒരു പ്രതിച്ഛായ VS അച്യുതാനന്ദൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചില മനുഷ്യരുടെ നിലപാടുകളോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു ആരാധനയും ഒരു സ്നേഹവും ഒക്കെ. അത് ആ മനുഷ്യർ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല, അത് നിലപാടുകൾ കൊണ്ട് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായി പോയ കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. VS കുറിച്ച് പറയുമ്പോൾ കുറച്ച് നമുക്ക് ഇതാവുകയും ചെയ്യും. ധന്യ അതാണ് സമര പോരാളിയുടെ ഓർമ്മ. അതിൽ പലരും വിതുമ്പുന്നു. അദ്ദേഹം എത്ര വലിയ കാവലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ നമ്മൾ ആ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു VS ആരായിരുന്നു ജനങ്ങൾക്ക് എന്നുള്ളത്. പാർട്ടി പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ഓരോരുത്തരും വന്ന് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ VS എവിടെ എത്തുന്നോ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. VS ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്, മലമ്പുഴയിലാണെങ്കിൽ അവിടെ പ്രശ്നം, മൂന്നാറിലാണെങ്കിൽ അവിടെ, ഒഞ്ചിയത്താണെങ്കിൽ അവിടെ. അതൊരു പ്രശ്നത്തിന് വേണ്ടിയാണ് VS എല്ലായിടത്തും എത്തിയിരുന്നത് എന്നുള്ളതാണ്. അത്രയധികം ജനങ്ങളോടടുത്ത് നിൽക്കുക, അങ്ങനെ ജനനായകനായിരിക്കുക. ആ ജനനായകൻ ഇത്രയധികം ആളുകൾക്കിടയിലൂടെ യാത്ര പറഞ്ഞ തലസ്ഥാനത്ത് നിന്ന് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിരവധി പോയിന്റുകൾ, ഏതാണ്ട് 20-22 പോയിന്റുകൾ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് VSനെ അവസാനമായെന്ന് കാണാൻ വേണ്ടി. മറ്റൊന്നുമില്ല VSനെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ VSനെ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. VS ഇതിനെക്കുറിച്ച് എന്ത് ആഗ്രഹിച്ചിരുന്നുവെന്നോ ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം ജനം, അതായിരുന്നില്ല. VSൻ്റെതായ വഴിയും VSൻ്റെതായിട്ടുള്ള രീതികളും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന രീതികളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ആളുകൾ എന്ത് നൽകുന്നു എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ മുതൽ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. VSൻ്റെ ഇടപെടലിൽ അത് ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു ജനറേഷനിലുള്ള ആളുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എത്രത്തോളം ആളുകൾ അവിടെ എത്തുന്നുണ്ട്, നാനാഭാഗങ്ങളിൽ നിന്നും VSനെ കാണാൻ ജനം എങ്ങനെയാണ് ഒഴുകിയെത്തിയത് എന്നൊക്കെയുള്ളത് കണ്ടതാണ്. ഇപ്പോഴും ആ കാഴ്ച തുടരുന്നു എന്നുള്ളതാണ്. ഒരു നോക്ക് കാണുക, മറ്റൊന്നുമില്ല. മനസ്സിൽ ആ സ്മരണകളുടെ ഒരു കരുത്തുറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും അവർക്കുണ്ടായിരിക്കുന്ന ഊർജം. VS കത്തിച്ചു വെച്ചത് ആളിക്കത്തിക്കുക എന്നുള്ള ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. നേരത്തെ സീഫ് പറഞ്ഞതുപോലെ 6 വർഷമായിട്ട് VSനെ കാണുന്നില്ല. VS എങ്ങനെ ഇരിക്കുന്നു എന്നറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മകനാണ് പുറത്തു വന്ന് ആശംസകൾ അറിയിച്ചതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയത്. അത്ര പോലും അവശനായിരുന്ന VSനെ ഇത്ര വർഷങ്ങളായി കാണാനിട്ട് പോലും അദ്ദേഹം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ റോഡരികിൽ നിന്ന് വിതുമ്പുന്ന ആളുകളിൽ, മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്രയധികം ഈ ജനറേഷൻ ഗ്യാപ്പില്ലാതെ, പ്രായവ്യത്യാസമോ ജെൻഡർ വ്യത്യാസമോ ഇല്ലാതെ ആളുകൾ അങ്ങനെ ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ VS എന്തായിരുന്നു ആ ജനമനസ്സുകളിൽ എന്നുള്ളതാണ്. ഇത് തലസ്ഥാനത്തിൻ്റെ മാത്രം കാഴ്ചയല്ല, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ VSനെ തേടിയെത്തും. കാരണം ഓരോ സ്ഥലങ്ങളിലും VS ഇട്ടിട്ട് പോയ, ഇല്ലെങ്കിൽ VS ഉണ്ടാക്കിയെടുത്ത, VSനാൽ ഉണ്ടായി വന്ന ചില കാര്യങ്ങൾ, അത് വൈകാരികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒക്കെ അതിനപ്പുറത്തേക്ക് പലരും നമ്മൾ കാണുന്നുണ്ട്. പലരുടെയും VSനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർമ്മകളിൽ നിന്നുണ്ടായ, ഇല്ലെങ്കിൽ VS ഇങ്ങനെ ആയിരുന്നു എന്നുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചുണ്ടായ VS ആരാധകരാണ്. VSനെ അത്രയധികം ചേർത്ത് നിർത്തിയ, ഇല്ലെങ്കിൽ VS എന്ന ഒരു ജനനായകൻ, പാർട്ടിക്ക് അപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിൽ വളർന്നു വന്നൊരു ജനനായകൻ
എന്നുള്ള രീതിയിൽ വി എസിന് നൽകുന്ന റെസ്പെക്റ്റാണ്, വി എസിന് നൽകുന്ന നന്ദിയാണ് ഈ 2 റോഡരികിൽ കാത്തു നിൽക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഇവിടെ എത്തുന്ന ആളുകളെ നമുക്കറിയാം, തലസ്ഥാനത്തെ ആളുകളൊക്കെ മിക്കവാറും ഇന്നലെ രാത്രിയോടെ തന്നെ കണ്ടുപോകാനും മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. വി എസ് എന്നത് ഓരോരുത്തരെ സംബന്ധിച്ചും ആ 2 അക്ഷരം പലതാണ്. അത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആളുകളുടെ വൈകാരികമായിട്ടുള്ള പ്രതികരണം, അതിനപ്പുറത്തേക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഊർജ്ജത്തിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വർഷങ്ങളായത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വി എസ് എന്താണ് കേരളത്തിന് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്ന മനുഷ്യർ, അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ വി എസിനെ കാണുക, ആ സ്മരണകളുടെ കരുത്തുറപ്പിക്കുക എന്നതിനപ്പുറം അവർക്കൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ എത്ര വലിയ ജനക്കൂട്ടത്തെ ഇനി അടുത്ത പോയിന്റുകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? തന്നെ എന്തായാലും വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഓഫീസുകൾ ഒക്കെ അവധിയാണ്. ചുരുക്കം ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വി എസ് അച്യുതാനന്ദനുമായി ആ വിലാപയാത്ര ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ചുറ്റിലും റോഡിൻ്റെ 2 സൈഡുകളിലുമായി ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെയും ഒപ്പം തന്നെ ചെറിയ കടകളിലെയും ഒക്കെ ആളുകളാണ് ഈ 2 സൈഡിലായി വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. ആരും വിളിച്ചു കൂട്ടിയിട്ട് എത്തിയ ആളുകളല്ല. ഓരോ കേന്ദ്രങ്ങളിലും ഇങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്ന് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്ന് ആരംഭിച്ച വിലാപയാത്ര, സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര അത് ഒരു 3:15 കൂടിയാണ് പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ 5 മണിയോട് അടുക്കുകയാണ് സമയം. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഭാഗം പോലും ഇതുവരെ ആ വിലാപയാത്ര പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് വി എസിനെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോഴും വാഹനങ്ങളിൽ ഒക്കെ തങ്ങി ഓരോ കേന്ദ്രങ്ങളിലും വലിയ ആളുകൾ, ഇപ്പോൾ കേശവാസപുരത്താണ് വിലാപയാത്ര എത്തി നിൽക്കുന്നത്. വലിയ ജനസഞ്ചയമാണ്, ഏകദേശം 1000കണക്കിന് ആളുകൾ എന്ന് പറയാം. ഇവിടെ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ പിന്നിട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് കേശവാസപുരം ജംഗ്ഷനിലാണ്. പട്ടത്തും ഒപ്പം തന്നെ PMG ജംഗ്ഷനിലും ഒക്കെ നമ്മൾ കണ്ടു. അതിനേക്കാൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ റോഡിന് ഇരുവശത്തുമായി വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കൂടി നിൽക്കുകയാണ്. വി എസ് ഒരിക്കലും മരിക്കുന്നില്ല. കണ്ണേക്കരലെ വി എസ് ആര് പറഞ്ഞു മരിച്ചെന്ന് ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി വി എസ് അച്യുതാനന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് നടന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു വളരെ ചുരുക്കം കിലോമീറ്റർ മാത്രം ദൂരമാണ് വിലാപയാത്ര എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് എത്തണം. തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലും വിലാപയാത്രയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ കൂടുന്നുണ്ട്. അവരൊക്കെ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം വാഹനം നിർത്തി അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. എപ്പോൾ ഈ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ സമയം 5 മണിയോടെടുക്കുന്നു. ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞാൽ മാത്രമേ അത് ആലപ്പുഴയിലേക്ക് ചേരുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു ഉദാഹരണങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഓരോ കേന്ദ്രങ്ങളിലും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്നവരുടെ എണ്ണം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വി എസ് കേരളത്തിന് എന്ത് നൽകിയോ അത് വി എസിന് കേരളം തിരികെ നൽകുന്നു ഈ അവസാന യാത്രയിൽ എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. വി എസ് കാലങ്ങളായി തുടർന്ന പോരാട്ടവീര്യം, ആ പോരാട്ടവീര്യം മരണശൈലിയിൽ കിടക്കുമ്പോഴും ആ പോരാട്ടവീര്യം വി എസ് നടത്തുകയായിരുന്നു. ഡോക്ടർമാർക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ പോരാട്ടവീര്യത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി നിന്നിരുന്നു. ഒരു ഘട്ടത്തിൽ വി എസ് മരിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ആ മരണശൈലിയിൽ നിന്ന് വി എസ് വീണ്ടും ശ്വാസമെടുത്ത് തിരിച്ചു വന്നു. വെന്റിലേറ്റർ സഹായത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പക്ഷേ ചില നേരങ്ങളിൽ വി എസിന് വെന്റിലേറ്റർ സപ്പോർട്ട് വളരെ പരിമിതമായി കുറച്ച് നൽകിയപ്പോഴും വി എസ് ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു. ദീർഘനേരം ഡയാലിസിസ് നടത്തിയപ്പോൾ വീണ്ടും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തിരികെ വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ
ചെറുപ്പത്തിൽ VS എങ്ങനെയാണോ പോരാട്ട വീര്യം കാഴ്ചവെച്ചത്, അതേ പോരാട്ട വീര്യം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും VS നടത്തി എന്നുള്ളതാണ്. വളരെ നന്നേ ചെറിയ പ്രായത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട VS പിന്നീട് പോരാട്ടങ്ങളുടെ ഓരോ മുഖങ്ങൾ തുറന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അങ്ങനെ വളർന്നു വന്നതാണ് VSന്റെ ജീവിതം.